ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂരിലെ ഫേമസ് ടെമ്പിളായ മാടായിക്കാവ് ക്ഷേത്രത്തിന് മുന്നിലാണ്. ആചാരാനുഷ്ഠാനങ്ങളിൽ തികച്ചും വ്യത്യസ്തത പുലർത്തുന്ന ഈ ഭഗവതി ക്ഷേത്രം ഉത്തര മലബാറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രം കൂടിയായി കണക്കാക്കപ്പെടുന്നു. സാക്ഷാൽ ആദിപരാശക്തിയും ജഗദീശ്വരിയുമായ ശ്രീ ഭദ്രകാളിയാണ് മുഖ്യ പ്രതിഷ്ഠ. മാടായിക്കാവിലമ്മ, തിരുവർക്കാട്ടമ്മ അഥവാ തിരുവർക്കാട്ട് ഭഗവതി എന്ന് ഇവിടുത്തെ ഭഗവതി അറിയപ്പെടുന്നു. ഭഗവതിയോടൊപ്പം സപ്ത മാതാക്കൾ ബ്രാഹ്മി, വൈഷ്ണവി, മഹേശ്വരി, ഇന്ദ്രാണി, വാരാഹി, കൗമാരി, ചാമുണ്ഡി ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. പരമശിവനും മറ്റൊരു മുഖ്യ പ്രതിഷ്ഠയാണ്. എന്നാൽ ശിവനേക്കാൾ ഭഗവതിക്കാണ് പ്രസിദ്ധി. ഗണപതി, അയ്യപ്പൻ, ക്ഷേത്രപാലകൻ എന്നിവരാണ് ഉപദേവന്മാർ. മൂഷകവംശത്തിലെ 11ാമത്തെ രാജാവായ ശതസോമൻ ആയിരുന്നു തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം നിർമ്മിച്ചത്. കോലസ്വരൂപത്തിൻ്റെ കുലദൈവമായ ശ്രീ ഭദ്രകാളിയെ അവിടെ പ്രത്യേകമായി ആരാധിച്ചു പോന്നിരുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഭഗവതിയുടെ അരുളപ്പാടിൽ പ്രകാരം AD 344 കോലത്തു നാട്ടരജൻ ശ്രീ ഭദ്രകാളിയെ മാടായിൽ പ്രതിഷ്ഠ നടത്തിയെന്ന് പറയപ്പെടുന്നു. ഒരിക്കൽ തളിപ്പറമ്പ് ക്ഷേത്രത്തിൽ ഭദ്രകാളിയുടെ വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളി തനിക്കിരിക്കുവാൻ മറ്റൊരു സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. തുടർന്ന് വെളിച്ചപ്പാട് ഇവിടെ കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിറക് കൊള്ളി എടുത്ത് എറിഞ്ഞു. അത് ചെന്ന് വീണത് മാടായി പാറയിലായിരുന്നു. കത്തുന്ന വിറക് പ്രതിഷ്ഠയ്ക്ക് സ്ഥാനം കണ്ടെത്തിയത് കൊണ്ട് ഇവിടം ആദ്യം അറിയപ്പെട്ടത് തിരുവിറക് കാവ് എന്നും പിന്നീട് തിരുവർക്കാട്ട് എന്നും അറിയപ്പെട്ടു എന്നാണ് വിശ്വാസം. ഇപ്പോഴുള്ള ക്ഷേത്രം പുതുക്കി പണി തീർത്തതാണ്. ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ നശിപ്പിച്ച ക്ഷേത്രം ചിറക്കൽ കോവിലകത്തെ കൂനൻ രാജാവിൻ്റെ കാലത്ത് പുതുക്കി പണിതു എന്നും തുകലശ്ശേരി കൂഴിക്കാട്ട് ഗ്രഹത്തിൽ ജനിച്ച മഹേശൻ ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ കടുശർക്കര യോഗ വിധിപ്രകാരം തയ്യാറാക്കിയ ശ്രീ ഭദ്രകാളിയുടെ പ്രതിഷ്ഠ നടത്തി എന്നുമാണ് പുരാവൃത്തം. സ്ത്രീയാണ് പ്രപഞ്ച സൃഷ്ടിയുടെ അടിസ്ഥാനം എന്ന വിശ്വാസത്തിൽ നിന്നുമാണ് ഭഗവതി പൂജ ആരംഭിക്കുന്നത്.